എവിടെയും ഈ ലഹരിയുടെ പിടുത്തം അതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. ലഹരിക്ക് അടിമയായ ഒരു ചെറുപ്പക്കാരൻ പത്രങ്ങൾക്ക് മീഡിയകൾക്ക് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ അയാൾ വിളിച്ചു പറയുന്നത്, കസ്റ്റമർ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട്, നഴ്സുമാർ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആങ്ങൾ വന്ന്, പിന്നെ ഞാനും ഫ്രണ്ടായി ഓരോ കഥകളൊക്കെ പറഞ്ഞു ഓൻ്റെ പെങ്ങളും ഓനും ഒരുമിച്ച് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടാവും എവിടെ എനിക്ക് സ്വാഗതം. എന്നെ ഓരോരുത്തരുടെ വീട്ടിൽ വന്നിട്ട് BMW ഫോർച്യൂണറിൽ ഒന്ന് എടുത്തുകൊണ്ടും. കാരണം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താ, സ്വർണ്ണത്തിൻ്റെ വിലയുള്ള ഡയമണ്ട് പോലെ ഇരിക്കുന്ന സാധനമാണ്. വെറുതെ കിട്ടണം, ഇതാരും വെറുതെ കിട്ടും. ഇത് ലേശത്തിന് കൊടുക്കണം 1500-3000. ഇതെല്ലാവരും വെറുതെ ഇതാക്കി. അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ കൊടുത്തപ്പോൾ അവർ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്നടിച്ച്. പിന്നെ ആങ്ങളും പെങ്ങളും അടിക്കും, പിന്നെ ഒരു വീട്ടിൽ ഉപ്പടിക്കും, മക്കളും അടിക്കും. അത് അവർ തമ്മിൽ അറിയില്ല, ഇപ്പോൾ അറിയുന്നുണ്ടാവും. അതൊക്കെ അവർക്കറിയും. കാരണം ഞാൻ ഒരു കച്ചവടക്കാരനായിരുന്നു. സാധാരണ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യൂസിങ്ങാനാണെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ആരൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഞാൻ ഒരു കച്ചവടക്കാരനായതുകൊണ്ട് എനിക്ക് ആരൊക്കെ ഇത് ഭാര്യാഭർത്താക്കന്മാർ ഒന്നിച്ച് ഉപയോഗിക്കുന്നിടത്ത് ഞാൻ കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. ബാപ്പയും മക്കളും ഒരുമിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അതുപോലെയുള്ള പലരും ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരു പഞ്ചാരത്തരി പോലെയുള്ള ഒരു തരിയെങ്ങാനും വായിലേക്കിട്ടാൽ മണിക്കൂറുകളോളം ഉറങ്ങാതെയും തുള്ളാനുമുള്ള ഒരു വലിയ ശക്തി കിട്ടും എന്നൊക്കെ പറഞ്ഞ് മാരകമായ ലഹരിയുടെ പിറകെ പോകുന്ന ആളുകള് മക്കളെ പറ്റി ചിന്തിക്കുന്നു. രക്ഷിതാക്കളെ ആയപ്പോ ഏത് വിധത്തിലും പണം കിട്ടണം എന്നതിന്റെ പേരിൽ പെൺകുട്ടികളെ കരിയർമാരായി മാറുന്നു. ഇപ്പോൾ ഗേൾസാണ്, ഒരുപാട് ഗേൾസിന് എനിക്കറിയാം. കാരണം ഞാൻ എറണാകുളം ബാംഗ്ലൂരൊക്കെ ആയിട്ട് ഒരുപാട് ഗേൾസ് സെയിലിംഗ് ഉണ്ട്. ഇന്നിപ്പോൾ ഒരു ടൈമിൽ ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ എറണാകുളത്ത് പോയപ്പോൾ എനിക്ക് സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കണക്ഷൻ പിടിച്ചിട്ട് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു. MDMAകളും മയക്കുമരുന്നുകളുമൊക്കെ രാജ്യത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കും അയൽ സംസ്ഥാനത്തേക്കും പെൺകുട്ടികൾ, നമ്മുടെ പെൺമക്കളാണ് കരിയർമാരായി വിൽപ്പനക്കാരികളായി മാറുന്നത്. അവർ പോലും ഉപയോഗിക്കുന്നു. യാതൊരു വിധത്തിലുള്ള ഭയവുമില്ലാതെ ആ മേഖല അങ്ങ് പടർന്നു പന്തലിക്കുന്നു. ആരെങ്കിലുമൊക്കെ നിങ്ങളെ മകളെ പോക്ക് ശരിയല്ല, മകൻ്റെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞവനോട് ദേഷ്യം. എൻ്റെ മകനെക്കുറിച്ച് എൻ്റെ മകളെക്കുറിച്ച് എനിക്കറിയാം, നീയല്ല പറയേണ്ടത് എന്ന് അയാളുടെ നേരെ വിരൽ ചൂണ്ടും. അപ്പോൾ കുട്ടികൾക്കത് നല്ല രൂപത്തിലുള്ള സൗകര്യമായി. എൻ്റെ വാപ്പാക്കെന്നെ നല്ല വിശ്വാസമാണ്, എൻ്റെ ഉമ്മാക്കെന്നെ ഒരു തെറ്റിദ്ധാരണയില്ല. അങ്ങനെ എല്ലാ തോന്നിവാസങ്ങൾക്കും അവർ മുമ്പിലുണ്ട്.